വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ. ലാലേട്ടനും ശോഭന എന്ന് പറഞ്ഞപ്പോൾ എന്റെ കിളി പോയി. ഞാൻ ഈരാറ്റോട്ടിലായിരുന്നു, വീട്ടിലായിരുന്നു. ഇങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ലാലേട്ടന്റെ പടം ഞാൻ ചെയ്തിട്ടില്ല. ഇത്ര വർഷത്തെ ഫസ്റ്റ് മൂവി നമ്മൾ കേട്ട് വളർന്ന ലാലേട്ടന്റെ പാട്ടുകൾ, പടങ്ങൾ, അല്ല ഇവരുടെ ഒരു കോംബോയിൽ വന്ന പാട്ടുകൾ, അതിനെ എങ്ങനെ മനോഹരമായിട്ട് റീക്രിയേറ്റ് ചെയ്യുക. ആൾക്കാർക്ക് ഞാനും കുറെ നാളെ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. വേൽമുരുക പോലെ ഒരു ഡാൻസ്, വേൽമുരുകനുമായിട്ട് അത് ആക്ച്വലി ഷൺമുഖൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു മുരുക ഭക്തനാണ്. അപ്പം ഇത് ഒരു പ്രൊമോ സോങ്, അത് പടത്തിലില്ല ആക്ച്വലി. സച്ചേട്ടൻ്റെ കണക്ട് ചെയ്തു, ഒരു സംശയമില്ല. ഞാൻ മിസ് ചെയ്യുന്നു സച്ചേട്ടൻ. ഷോ, അത് ഒരു എൻ്റെ ഫാദർ ഇപ്പോഴും പറയും, ഇത്ര അപ്പയും കണക്ട് ചെയ്തൊരു ഡയറക്ടർ ഇല്ല. ഒന്ന് പാടാവെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പാടിയ പാട്ടാണ് ദൈവമഴ. നാടുമെത്തി നടത്തുന്നു ദൈവമകൾ. സ്റ്റുഡിയോ അറസ്റ്റായി, സൈലൻസ്. മലയാളത്തിൽ അൺഡൗട്ടബ്ലി ആ ഒരു സൗണ്ടിങ് ഉണ്ടെന്നാണ് ദീപക്. നോ ഡൗട്ട്. AI ഒന്നും മനുഷ്യനെ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മനുഷ്യന്റെ ഭാവം വരില്ല എന്നൊക്കെ, അതൊക്കെ 100% വരാൻ പറ്റും. അത് നമ്മളിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. മിന്നലഴകേ മിന്നുമഴകേ നിലാമഴയിൽ നനയുമഴകേ മെല്ലെ മെല്ലെ നീ എന്നരികിൽ ഒന്നണയാമോ എന്നുയിരേ എന്നഴകേ. ഇതൊക്കെ പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ഈ ടാക്സി വാല ഇതിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആ പടം അന്ന് അവിടെ പോയി ഒരു സിനിമ ചെയ്യുന്നു, പാട്ട് 2018-ലാണ് അവിടെ. അതെ, മാറ്റേ ആ പാട്ട് അന്ന് ഇത്രയധികം പോലും ഇൻസ്റ്റഗ്രാമില് മ്യൂസിക് ട്രെൻഡിങ് ആവുന്ന കാലമല്ല. എങ്കിൽ പോലും ആളുകൾ എനിക്ക് തോന്നുന്നു ഈ ലാപ്പിലൊക്കെ ഈ പാട്ടൊക്കെ ഇട്ട് വീഡിയോ ഇട്ട് സ്റ്റോറി ഇടല്. ആ പാട്ടും തെലുങ്ക് സിനിമ ഇൻഡസ്ട്രി എന്നുള്ളത്, ആ പാട്ട്, ആ സിനിമ എങ്ങനെ വന്നെന്ന് പോലും എനിക്കറിയില്ല സത്യം. ഇപ്പോഴും ഞാൻ ടാക്സികൾ എങ്ങനെ എനിക്ക് വന്നു, ധ്രുവങ്ങൾ 16 വൺ മൂവി ലീഡ്സ് ടു അനദർ. ആ ഡയറക്ടർ അത് കണ്ടു, ശ്രീജിത്തും സുജിത്തുമായിട്ട് വർക്ക് ചെയ്യാനാ വന്നു. അവരുടെ കൂടെ വർക്ക് ചെയ്ത് ഈ അന്ന് യാദൃശ്യമായിട്ട് പുള്ളി പ്രിവ്യൂ ഷോ കാണാൻ വരുന്നു, മ്യൂസിക് കൊള്ളാം, കെൻ യു ഡു മൈ ഫിലിം. അത്ര സിമ്പിളായിരുന്നു അത്. ലൈക്ക് അതായത് ഭയങ്കര എന്താ പറയുക, ഒരു ആക്സിഡൻ്റലായിട്ട് വന്ന സിനിമയാണ്. വി സ്റ്റാർട്ട് വർക്കിംഗ്, കിടലൻ സ്ക്രിപ്റ്റ്. ആൻഡ് ആ സമയത്ത് 2018 എനിക്ക് ഫാമിലിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ ടൈമിലും ദേ സ്റ്റുഡ് ബൈ മീ കേട്ടോ. എന്നിട്ട് വിജയൊക്കെ അത് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നു. ആൻഡ് അതിനും ഒരു ഈ പടം, ഈ ഹൊറർ ത്രില്ലർ സബ്ജക്ട്സിൻ്റെ ഒരു വലിയൊരു ചലഞ്ച് എന്താ വെച്ചാൽ, നമ്മൾ പ്രോഡക്റ്റ് ഫൈനലൈസ് ചെയ്ത് വിത്ത് CG, സൗണ്ട് എഫക്ട്സ് ആൻഡ് മ്യൂസിക് ഇല്ലാതെ ഒരിക്കലും ഒരു ഹൊറർ സബ്ജക്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവിടെ പ്രേതം വരുമെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഈ പടം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു റഫ് പ്രിവ്യൂവിനായിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ കൊടുത്തപ്പോൾ they said gone, movie is not going to work, തീർന്നു, we are going ahead with the next. അങ്ങനെയാണ് ഗീതാ ഗോവിന്ദം അവർ ഗീതാസ് അത് പ്രീപോണ്ട് ചെയ്തു. ഈ ഡയറക്ടർ ഉടനെ രാഹുൽ സങ്കർത്തിയൻ നമ്മുടെ, ഹി വാസ് സോ അപ്സെറ്റ്. പുള്ളി ഭയങ്കര ഒരു ട്രോമയിലൂടെ പോയി പുള്ളി. അപ്പം വി ആർ ടെല്ലിങ് ഹിം, ബ്രോ ദിസ് ഇസ് ഹാർഡ്ലി എനി വർക്ക്, ലെറ്റ്സ് ഫിനിഷ് ദ മൂവി. ഒരു നമുക്ക് ഇത് പ്രോപ്പറായിട്ട് ഇത് മിക്സ് ചെയ്ത് നമ്മൾ ഒന്നും കൂടെ ഇപ്പോൾ ഹൈ പോയിന്റ്സ് എന്താണ്, ലെറ്റ്സ് നോട്ട് മിസ് ദോസ്, ഈ സ്റ്റിങ്ങേഴ്സ് ഒക്കെ ഇട്ട് നമുക്ക് ഒന്നും കൂടെ പ്രസൻറ്റ് ചെയ്യാം. ഈ പ്രസൻറ്റ് ചെയ്ത് ഫൈനൽ ഔട്ട് കഴിഞ്ഞപ്പോഴും അവർ സോസമായിരുന്നു, ബട്ട് ഓഡിയൻസ് അങ്ങനെ അല്ലായിരുന്നു. 1 ഹിറ്റാണ് സിനിമ. ഇറ്റ് ബിക്കോസ് ആ ടൈം ആകുമ്പോൾ മാട്ടവിനൊക്കെ ഇറങ്ങി, ആൾക്കാർക്ക് സിനിമയായിട്ട് കണക്റ്റഡ് ആയി. സോ എവറിത്തിങ് ഇസ് ഫോർ ദ ഗുഡ്. ആൻഡ് രാഹുൽ ഇപ്പം ശ്യാം സിംഗ് റോയ് ചെയ്തു, മെഗാ പ്രോജക്ട് വിജയ്. സോ അതാ ത്രില്ലർ. ആൻഡ് അതുപോലെ തന്നെ പോർത്തുള്ളിലും സംഭവിച്ചൊരു കാര്യം, ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ട് ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അപ്സെറ്റ് എന്ന് വെച്ചാൽ പീപ്പിൾ ഡിൻ, you can never judge thrillers without a score, ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഇല്ലാതെ ത്രില്ലേഴ്സ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡ്രാമ അല്ലൊരു മാസ് സിനിമയും ജഡ്ജ് ചെയ്യാൻ പാടാ കേട്ടോ, കാരണം ഹീറോ ഹൈ സ്പീഡിൽ നടന്നു വരുമ്പോൾ മ്യൂസിക്കൽ അതൊക്കെ അതാണ്. ഈ ഒരു സ്കോർ ആൻഡ് പരിപാടികളില്ലാതെ നമ്മളൊരു കോമൺ ഓഡിയൻസോ അല്ലെങ്കിൽ ഈ സിനിമ കച്ചവടത്തിന് എടുക്കുന്ന ഒരാളുടെ അടുത്ത് പോയി പ്രസന്റ് ചെയ്താൽ യു വിൽ നെവർ ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട്. ഈ ജഡ്ജ്മെന്റും ഇതൊക്കെ പറഞ്ഞു, ക്രിറ്റിസിസം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മളെങ്ങനെ ഹിറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ഇതിനുള്ള റിയാക്ഷൻ, നമ്മളെങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് അതിന്റെ വെയിറ്റേജിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെന്ത് ക്രിറ്റിസിസം ആവട്ടെ, ഒരാൾ വന്ന് നേരിട്ട് പറയുന്നതാവാം, മെസ്സേജ് ആവാം, ഒരു റിവ്യൂ പോലൊരു വീഡിയോ ആയിരിക്കാം. ഈ ഇത്രയും വലിയ കരിയറിൽ, ഇത്രയും കാലത്തെ കരിയറിൽ
പല ഭാഷയിലെ പല സിനിമകൾ ചെയ്യുന്നു, വിജയങ്ങൾ പരാജയങ്ങളൊക്കെ സംഭവിക്കുന്നു. ഈ ജേണിയിലെല്ലാം ക്രിറ്റിസിസത്തെ എങ്ങനെയാണ് ശരിക്കും കണ്ടിട്ടുള്ളത്? നല്ല ക്വസ്റ്റ്യൻ. ബട്ട് ആദ്യമൊക്കെ ഭയങ്കര ഇറ്റ്സ് എ വെരി ഹേർട്ട്ഫുൾ ആയിരുന്നു. അത് ഭയങ്കര പേഴ്സണലായിട്ട് എടുത്ത് അതൊരുപാട് വിഷമം കൊണ്ട്. ഇപ്പം മൈ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക് ഇസ് മീ. ആം ഐ ഡൂയിങ് റൈറ്റ് ടു ദാറ്റ് സീൻ? ഞാൻ അവിടെ ഉഴപ്പുന്നുണ്ടോ? ഇതിന് കുറച്ചും കൂടെ എഫേർട്ട് എടുത്താൽ ഇത് നന്നാവുമോ? ബിക്കോസ് ദാറ്റ്സ് അൾട്ടിമേറ്റ്ലി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ പണി ചെയ്യണം. ആൻഡ് ഐ തിങ്ക് ഐ നോ മൈ ജോബ്. അത് ഡയറക്ടോറിയൽ വിഷൻ ഉണ്ടെങ്കിൽ വേറൊരു മാജിക് സംഭവിക്കും. അപ്പം പിന്നെ ക്രിട്ടിക്സ് പറയുന്നത് വെച്ചാൽ ഞാൻ അതിനെ കൺസ്ട്രക്റ്റീവായിട്ട് എടുക്കും. ഓക്കെ, ഇസ് ദാറ്റ് റിയലി സംതിങ് ദാറ്റ് നമ്മൾ കേട്ടിട്ട് അത് ഒബ്സർവ് ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരു മൈൻഡിൽ വെക്കുന്ന അത് ഡീപ്പായിട്ട് നമ്മൾ സെൽഫായിട്ട് എടുത്തു കഴിഞ്ഞാൽ വിൽ ഡിസ്ട്രോയ് അവർ സെൽഫ്. നമുക്കറിയാം അതിന്റെ ട്രൂത്ത്. ആ പടത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു സംഭവം നമുക്കറിയാം, എന്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അറിയാം. അതൊന്നും ഇവർക്ക് അറിയില്ല, അവരറിയേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ആ സെൽഫ് ഇൻഫ്ലിക്റ്റിംഗ് ട്രോമാസ് നമ്മൾ തന്നെ എടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വി ഷുഡ് ബി അവർ ഓൺ ക്രിട്ടിക്. നമ്മൾ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് കോർ മ്യൂസീഷ്യൻസോ നമ്മുടെ അസിസ്റ്റൻസോ ആരെങ്കിലും വെക്കുക, എന്തെങ്കിലും നമ്മുടെ ഗ്രോത്ത് അറിയാവുന്നവർ വെക്കുക, അവർ എടുക്കുന്ന ഒബ്സർവ് ചെയ്യുക. ബിക്കോസ് ഓൺലി യു നോ വാട്ട് യു കേപ്പബിൾ ഓഫ്. റാൽഫിന്റെ കേപ്പബിലിറ്റി ഞാൻ പറഞ്ഞാലും ഓൺലി യു വിൽ നോ റാൽഫിന്റെ എയിം എന്താണ്, വാട്ട് യു വാണ്ട് ബിക്കം, ഹൗ യു ഗോൺ എക്സിക്യൂട്ട് തിങ്സ്, ഓൺലി യു നോ. ഡീപ്പ് വിത്തിൻ ഉള്ളൊരു കാര്യമല്ലേ. അപ്പം മ്യൂസിക്കും അങ്ങനെ തന്നെയാണ്. ലൈക്ക് അതാണ് ഞാൻ പറയുന്നത്. ഐ തിങ്ക് എത്രയോ ഫ്ലോപ്സും എത്രയോ ക്രിറ്റിസിസം ഒക്കെ ഏറ്റുവാങ്ങിയാലും യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ബാക്ക് ആൻഡ് കീപ് ഫൈറ്റിംഗ്. ബിക്കോസ് നമ്മുടെ ഉള്ളിലൊരു ആൾ ഇങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ പറയുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ലിസൺ ടു. കാരണം എനിക്കറിയാം ഉഴപ്പൊന്നുണ്ടെങ്കിൽ അല്ലെ വർക്ക് പ്രോപ്പർ അല്ലെങ്കിൽ അതിന് ഇങ്ങനത്തെ ഒരു ബാക്ക്ലാഷ് വരുന്ന ചിലപ്പോൾ ടൈം റെസ്ട്രിക്ഷൻസ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. വാട്ട് യു ഹാവ് ടു ഡു ഇസ് പ്രിപ്പയർ ഫോർ ദാറ്റ് ആൻഡ് പുഷ് യുവർ സെൽഫ് ദ നെക്സ്റ്റ് ഡേ ടു ഡു ഇറ്റ് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ക്രിറ്റിസിസം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇതിന്റെ അകത്ത് എന്ത് സംഭവിക്കണേന്ന് പുറത്താരും അറിയുന്നില്ല എന്ന് പറയുന്ന സാഹചര്യത്തില് പലപ്പോഴും ഡയറക്ടർ ഒരു ഫീഡ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, അല്ലെങ്കിൽ ജേക്സ് വർക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതാണ് ഇതുപോലെ വേണം, ഇത് പലതരത്തിലുള്ള ഫീഡുകൾ മേക്കേഴ്സിന് കയ്യിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പൊ ഇതിലെല്ലാം എന്റെ സ്പേസ് കണ്ടെത്താന്നുള്ളത് അത് ഭയങ്കര ചാലഞ്ചാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പേസിലോട്ട് അത് പലപ്പോഴും പറ്റാറില്ല. പക്ഷെ അതാണ് അതിന്റെ ബ്യൂട്ടി കേട്ടോ. കാരണം ഇപ്പൊ സരിപ്പോ സിനിമ ഫോർ എക്സാമ്പിൾ, എൻ്റെ മനസ്സിലൊരു സൗണ്ട് സ്കേപ്പ് ഉണ്ട്, പക്ഷെ വിവേകിന്റെ മനസ്സിലൊരു സൗണ്ട് സ്കേപ്പ് ഉണ്ട്. പക്ഷെ വിവേക് ഞാൻ ഓൾമോസ്റ്റ് അലൈൻഡ് ആണ്, മ്യൂസിക്കലി ആൻഡ് എസ്തെറ്റിക്കലി ഞങ്ങൾ അലൈൻഡ് ആണ്. ഇതിൽ ആ അലൈൻമെന്റ് ഇല്ലെങ്കിൽ വൻ പണിയാണ്. എൻ്റെ എസ്തെറ്റിക്കും അത് മാച്ച് ആവുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ റെസിപ്പി ഫോർ ഡിസാസ്റ്റർ ആണ്. മ്യൂസിക്കലി കറക്റ്റ് ആവില്ല. വിവേകും എനിക്ക് ഓൾമോസ്റ്റ് സെയിം സെൻസിബിലിറ്റിയാണ്. പക്ഷെ അതിനുള്ളിൽ തന്നെ കുറച്ച് അഭിപ്രായങ്ങളുണ്ട്. വിവേകിന്റെ വോക്കൽ ഭയങ്കര വരുന്ന ഇഷ്ടമാണ്. അതാണ് ഈ എന്നൊക്കെ പറയുന്നത്. ഈ ലൈക്ക് ഫാസ്റ്റ് സ്പീഡ് ടെമ്പോ. അപ്പൊ അങ്ങനെയാണ് നോർമലി ഒരു 127 130 BPM കംഫർട്ടബിൾ. ഞാനത് 160 അങ്ങനെ എന്തൊക്കെ ചെയ്തത്. റിയലി ഫാസ്റ്റ് പേസ് തീമാണ് അത്. അതുപോലെ നിർമ്മലിന്റെ സെൻസിബിലിറ്റീസ് വേറെയാണ്. അപ്പൊ അതിലൂടെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ നമ്മുടെ മ്യൂസിക്കാലിറ്റി വേറെ രീതിയിൽ വരുമല്ലോ. ഇപ്പൊ എന്റെ ഇഷ്ടമുള്ള ഞാൻ ചെയ്യുന്നത് മാത്രമായ പാട്ടുകൾ ചെയ്യാനാണെങ്കിൽ ഐ ക്യാൻ ഡു സംതിങ് ഇൻഡിപെൻഡന്റ്, എനിക്ക് മാത്രമുള്ള പാട്ട്. പക്ഷെ ഡയറക്ടേഴ്സിന്റെ കൂടെ ഇപ്പൊ തരുണിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഡിഫറെന്റ്. തരുണിന്റെ മ്യൂസിക്കാലിറ്റിയും ഭയങ്കര മെറ്റഫോറായിട്ട് ചിന്തിക്കുന്ന ആളെ തരും. എവറിത്തിങ് നീഡ്സ് ടു ഹാവ് എ മീനിങ്. മ്യൂസിക്കലി ആയാലും കഥ പറച്ചിലായാലും അതിന് കഥയ്ക്കുപരി ഒരു മെറ്റഫോർ വേണം. നമ്മൾ പറയുന്നത് ഫിലോസഫിക്കൽ വേണം. അങ്ങനെ അതിനെ എങ്ങനെ നമ്മൾ മ്യൂസിക്കലി എന്നാൽ ഈ അതിൻ്റെ ആ കമേഴ്ഷ്യൽ പൾസ് ഒന്നും മാറാതെ കൺവേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നഹാസിനോട് ഇരിക്കുമ്പം അത് അവൻ്റെ വേറൊരു തോട്ട് പ്രോസസ് ആണ്. വാട്ട് ഐ എം സെയിങ് ഇസ് നഹാസോ അല്ലെ തരുണോ അവരെല്ലാം ഡയറക്ടേഴ്സ് ആണല്ലോ. അതല്ലാതെ വേറെ നമ്മൾ കുറെ ആൾക്കാരുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ അവിയലാവും. ദാറ്റ്സ് വൈ ടൂ മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. അത് അക്ഷരാർത്ഥത്തിൽ കറക്റ്റ് ആണ്. ഐഡിയലി ടോക്ക് ടു ഡയറക്ടർ, വർക്ക് വിത്ത് ഹിം. ആ ഒരു കെമിസ്ട്രി കറക്റ്റ് ആണെങ്കിൽ നത്തിങ് ലൈക്ക് ഇറ്റ്, മാജിക് സംഭവിക്കും. ഈ തരുണിനെ പറ്റി പറയുമെങ്കിൽ തോന്നുന്നു ഫസ്റ്റ് വേവ് ഓഫ് കോവിഡ് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യ ഹിറ്റാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും പറയാം അണ്ടർഡോഗ്സിന്റെ മൂവിയാണെന്ന് തന്നെയായിരുന്നു ആ സിനിമയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു ജോൺറേ സ്വഭാവം അതിലെല്ലാം ത്രില്ലറാണ്. അതിൽ സ്പീഡാവുന്നിടത്ത് സ്പീഡാവണം. ലുക്മാൻ്റെയും ബാലുവിൻ്റെയും ഇമോഷണൽ ലെയേഴ്സ് വരുമ്പോൾ സിനിമ അവിടെ ഇരിക്കണം, ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം. ഓപ്പറേഷൻ ജാവ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ സക്സസ് ഭയങ്കരമായ റിസീവിങ്. ഇതിനെല്ലാം ശേഷം ഈ ജേണി ഇപ്പം എത്തിലേക്ക് തുടരുന്നതാണല്ലോ. എൻ്റെ ഡിഫറെൻറ്റ് സിനിമയാണ്. കോവർക്കിംഗ് സ്പേസ് ഇപ്പോൾ തരുണായിരിക്കാം, ജെക്സ് ആയിരിക്കാം, ടീമായിരിക്കാം. ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ശരിക്കും എങ്ങനെയാണ് ഓപ്പറേഷൻ ജാവ ടു തുടരുത്തുള്ളൂ? ഇല്ല, അന്നും ഇന്നും തരുണിൻ്റെ മ്യൂസിക്കൽ സെൻസിബിലിറ്റീസ്
പക്ഷേ ഇപ്പം തരുൺ കുറച്ചും കൂടെ ഒരു സെലിബ്രിറ്റി ഡയറക്ടറാണ്. അന്ന് തരുൺ ആവശ്യക്കാരനായിരുന്നു. അപ്പം അത് തരുണിൻ്റെ ഹെഡിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ഐ മീൻ ഈ സ്റ്റിൽ ഗ്രൗണ്ടഡ്. പുള്ളി ശരിക്കും ആ ഒരു ഫയർ ഉണ്ടല്ലോ, അത് പുള്ളിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് ഓരോ സ്കോറിലും എൻ്റെ കൂടെ വന്നിരുന്നു, ഞങ്ങൾ ഓരോന്നും ഡിസ്കസ് ചെയ്ത് അത് കഴിയുമ്പോൾ തരുൺ അത് വേറെ ആ മ്യൂസിക്കൽ ഐഡിയാസ് നമ്മൾ കണ്ടെത്തുന്നേ അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും തരുണോട് ഇരിക്കുമ്പോൾ. ഹൗ ക്യാൻ വി അപ്രോച്ച് ദ സീൻ, എങ്ങനെ ചെയ്യാൻ പറ്റും, എന്താണ് ഇപ്പം നമ്മൾ ട്രഡീഷണൽ ആയിട്ടൊരു സാധനം സ്കോർ ചെയ്യുന്നു, ഇപ്പോൾ ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ലെയർ ഉണ്ട്, അപ്പം നമുക്ക് അതിനെ എങ്ങനെ സോണിഫൈ ചെയ്യാം, ഈ ക്യാരക്ടർ ഇതിലൂടെ കടന്നു പോകുന്നു, അപ്പോൾ അതിനെ എങ്ങനെ മ്യൂസിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, എന്ത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യും, വോയിസ് വേണോ, ഫ്ലൂട്ട് നല്ലതായിരിക്കും, ചെല്ലോ നല്ലതായിരിക്കും, അല്ല വേറെ എന്തെങ്കിലും എത്തനിക് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇത് ഈ മൂവിക്ക് എന്തൊരു ലാംഗ്വേജ് കൊടുക്കാം. അപ്പൊ അതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തറുവായിട്ട് ഡിസ്കസ് ചെയ്യും. ചിലർ അതല്ല ജെക്സ് ബൈ ചെയ്തോ എന്നിട്ട് നമുക്ക് ഓൺ ദ ഫ്ലോ ഇരുന്ന് അങ്ങനെയും ഉണ്ട്. ഇത് കുറച്ചും കൂടെ ഹാൻഡ്സ് ഓൺ ആണ് തരുൺ. ജാവയുടെ സമയത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ജാവയില് ഞാൻ കുറച്ചുകൂടെ അതിനെ ഒന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്ത് പോകുമായിരുന്നു. കാരണം ആ സെക്കൻഡ് ഹാഫിലെ ഒരു പേസിംഗ് ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത് പോകും. തരുൺ അപ്പം റിലേറ്റീവ്ലി ന്യൂ ആയിരുന്നല്ലോ, അവിടെ ഈ പറഞ്ഞൊരു ട്രാവൽ ആണല്ലോ. പിന്നെ ആരും കാസ്റ്റ് ഒന്നും വലിയതായിട്ടില്ലല്ലോ. ബട്ട് ആ ഗ്രിപ്പ് പോകാത്ത രീതിയിൽ സ്കോർ ചെയ്യണം. ബട്ട് തരുണിന്റെ കൂടെയുള്ള വർക്ക് എപ്പോഴും ഭയങ്കര ഫയറാ പുള്ളിക്ക്. ഈ തുടരും വരുമ്പോൾ എനിക്ക് തോന്നുന്നു എമ്പുരാൻ തുടരൊക്കെ ആയിട്ട് മോഹൻലാലിന്റെ ഈ പറഞ്ഞ ഹൈലി എക്സ്പെക്ടഡ് മൂവീസ് ആണ് ഇനി ഒരു വേവ് പോലെ വരാൻ പോകുന്നത്. അവിടെ തുടരുമിന്റെ ആദ്യത്തെ ഒരു എന്താ പറയാ ആദ്യത്തെ റിലീസ് വാസ് ഈ പറഞ്ഞ പാട്ടായിരുന്നു. MG ശ്രീകുമാർ മോഹൻലാൽ കോമ്പിനേഷൻ റീവർക്ക് ചെയ്യുന്നത് നമ്മളെല്ലാം കേട്ട് വളർന്ന കോമ്പിനേഷൻ അവിടെ ഇവരെ യൂസ് ചെയ്യുന്നത്. പിന്നെ തുടരും ആസ് എ ഹോൾ എന്താ പറയാനുള്ളത്? ഇല്ല, അതായത് തരുൺ ഇങ്ങനെ ഒരു ഡ്രാമ സിനിമയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ തരുണെ ഓക്കെ ചെയ്യും. ലാലേട്ടനും ശോഭന എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കിളി പോയി. ഞാനിപ്പോൾ ഞാൻ ഈരാറ്റോട്ടിലായിരുന്നു, വീട്ടിലായിരുന്നു. ഇങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ലാലേട്ടൻ്റെ പടം ഞാൻ ചെയ്തിട്ടില്ല ഇത്ര വർഷത്തെ ഫസ്റ്റ് മൂവി. അതും തരുണിൻ്റെ കൂടെ രഞ്ജിത്തേടൻ, സച്ച് എ സ്വീറ്റ് പ്രൊഡ്യൂസർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രഞ്ജിത്തേട്ടനെ. അപ്പം അതിൻ്റെ ഫസ്റ്റ് സോങ് അതിലും കുറേ കോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെതായ സ്റ്റൈലിൽ ഒരു സാധനം ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നോസ്റ്റാൾജിയ ക്ലീൻ നോസ്റ്റാൾജിയ ഉളവാക്കുന്ന ഒരു പാട്ടിലോട്ട് പോകണോ, അങ്ങനെ കുറേ കോൾസിലാണ് നമ്മൾ കൺമനപ്പ് പോലെ എത്തിയത്. അത് പാടാനായിട്ട് ഓബ്വിയസ് ചോയ്സ് MG അണ്ണനായിരുന്നു, ലിറിക്സ് ഹരിനാരായണൻ. ആ ഹോൾ സോങ്ങിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് ആയിരുന്നു എൻ്റെ കുട്ടിക്കാലമാണ്. അത് നമ്മൾ എങ്ങനെയാണ് ഇവരെ കാണാൻ നമ്മൾ കേട്ട് വളർന്ന ലാലേട്ടൻ്റെ പാട്ടുകൾ, പടങ്ങൾ, അല്ല ഇവരുടെ ഒരു കോംബോയിൽ വന്ന പാട്ടുകൾ, അതിനെ എങ്ങനെ മനോഹരമായിട്ട് റീക്രിയേറ്റ് ചെയ്യുക ആൾക്കാർക്ക്. ഞാനും കുറെ നാളെ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു പ്യോർ മെലഡി ദാറ്റ് ഹാസ് നോ ക്വാംസ്, നോ എന്താ പറയാ, വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല, പ്യോർ ആയിട്ടുള്ള ഒരു എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ട്. ലിറിക്കലും ഭയങ്കര സിമ്പിളാണ്. കാരണം അതിനകത്ത് ഒരു എന്താ പറയാ, ഒരു മരത്തിനാണ് ഉപയോഗിക്കുന്നത് ബേസിക്കലി, ഒരു പ്രൊട്ടക്ടർ. അത് വളരെ രസമായിട്ട് ഹരിഭായ് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡിയോ വന്നിരുന്ന എഴുതിയത്. സാധാരണ ഞങ്ങൾ ട്യൂൺ അയച്ചു കൊടുത്തൊക്കെയായിരുന്നു. ഇത് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് വന്നിരുന്ന് എഴുതി. പിന്നെയും കുറേ സജഷൻസിലൂടെയും കുറേ കറക്ഷൻസിലൂടെ നമ്മൾ പോയി. അത് MG പാട്ട് കേട്ടപ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് 6 to 7 hours പുള്ളി അതെടുത്ത് പാടി കേട്ടോ. എന്നിട്ട് തിരിച്ചു വന്ന് പിന്നെയും അതിന് ഇംപ്രൊവൈസ് ചെയ്തു. എനിക്ക് എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ആ ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. ഓഫീസർ ഹിറ്റ് ആവുന്നു, ഈ പാട്ട് ഇറങ്ങുന്നു, ഒരേ ദിവസമാണ്. എൻ്റെ റീസെന്റ് മെമ്മറിയിലെ ഏറ്റവും നല്ല ദിവസം എന്ന് പറയാം. രണ്ടും കൂടെ എനിക്ക് ഭയങ്കരമായിരുന്നു. ഒന്ന് ഞാൻ ശീലിച്ച ഒരു ജോണറിലൊരു പടം, രണ്ടിങ്ങനെ ശീലിക്കാത്ത ഒരു ലെജൻഡ്സ് ഒക്കെ ഒരു പാട്ട്. തുടരും വിൽ ബി എന്താ പറയാ, എൻ്റെ ഒരു വൺ ഓഫ് ദ മൈൽ സ്റ്റോൺ പ്രോജക്ട്സ് തന്നെ പറയാം ആണ്. അതിൽ നമ്മൾ എടുത്തിരിക്കുന്ന എഫേർട്ടായാലും ഐ തിങ്ക് ലാലേട്ടൻ ആസ് എ പെർഫോമർ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇത്. സമീപകാലത്തിൽ ലൈക്ക് ഹി ഹസ് കിൽഡ് ഇറ്റ്, ഒന്നും പറയാനില്ല. പിന്നെ അതിൻ്റെ സൗണ്ട്സ്കേപ്പ്, അതിൻ്റെ വരാനിരിക്കുന്ന പാട്ടുകൾ, അതെല്ലാം ഞാൻ അധികം ചെയ്യാത്ത ഒരു ജോണറിലുള്ള ഒരു സഞ്ചരിക്കാത്ത ഒരു ജോണറിലുള്ള പടവും പാട്ടുമാണ്. തുടരും ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം MG ശ്രീകുമാർ പറഞ്ഞിരുന്ന ഒരു ഇന്റർവ്യൂവിൽ കൊടുത്ത ഒരു കാര്യം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. വേൽമുരുക പോലെ ഒരു ഡാൻസ്. വേൽമുരുകനുമായിട്ട് അത് ആക്ച്വലി ഷൺമുഖൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ ഒരു മുരുക ഭക്തനാണ്. അപ്പം ഇത്
പ്രൊമോ സോങ്, അത് പടത്തിലില്ല ആക്ച്വലി. അപ്പം അതിൽ മുരുകൻ എന്നൊരു ടേം ഉണ്ട്. അപ്പോൾ എം ജി വേൽമുരുകനെ കണക്ട് ചെയ്തു. ബട്ട് ഹീസ് ഓൾസോ സോ എക്സൈറ്റഡ്. അതും എം ജി എന്നെ കൊണ്ട് തന്നെ പാടിച്ചു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പാടിയിട്ടുള്ളത് വേൽമുരുകായിരിക്കും. അത് ദീപചേട്ടനോട് ഞാൻ ദീപക് ദേവിനോട് പറയും, ദീപചേട്ടാ വൺ ഓഫ് യുവർ എന്താ ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂഷൻ ഏത് പാർട്ടിയിലെയും സ്റ്റിൽ എൻഡ് സോങ് അതായിരിക്കും. അപ്പൊ അതിനെ അങ്ങനെ താരതമ്യം ചെയ്യേണ്ട ഈ പാട്ട്. ഇത് കംപ്ലീറ്റ്ലി വേറെ സോങ് ആണ്, ഒരു പെപ്പി സോങ് ആണ്. അത് ആക്ച്വലി പ്രൊമോഷണൽ കണ്ടന്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. അത് ഉടനെ എനിക്കൊന്ന് ഷൂട്ട് ഉടനെ ഉണ്ടാവും. ലാലേട്ടൻ ഇപ്പം സത്യൻ സാറിന്റെ പടത്തിലുള്ളതുകൊണ്ട് ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് ഹിൽ ബി ഷൂട്ടിംഗ് ദാറ്റ് സോങ്. ഈ പറഞ്ഞ വേൽമുരുകൻ ഫാസ്റ്റ് നമ്പർ പറയുമ്പോൾ എനിക്ക് തോന്നി കലാപകാര ഭയങ്കര രസമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത പാട്ടാന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു, കോളേജിൽ ഈ പാട്ട് സെയിം സ്റ്റെപ്സ് സെയിം കോസ്റ്റ്യൂമിൽ ഡാൻസ് ചെയ്യുന്നത്. ഇത് സ്റ്റിൽ എല്ലാവരിലും ഈ പാട്ട് ഓടി നടക്കുന്നുണ്ട് എവിടേക്കോ. ചിലപ്പോൾ അതിന്റെ ഈ പറഞ്ഞ ഹുക്ക് ലൈനിലോട്ട് വരുന്ന ട്രാൻസിഷൻ പോയിന്റ് ആയിരിക്കാം ഈ കലാപകാരം സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഡാൻസ് നമ്പർ സെറ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് അതിൽ ആളുകൾക്ക് പാടാൻ പറ്റുന്ന പോർഷൻ ഉണ്ടാവണം, ആൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആടാനും പറ്റുന്ന പോർഷൻ ഉണ്ടാവണം. ഈ കലാപകാര സ്ട്രക്ചറിങ് അഭിലാഷ് പറഞ്ഞു, ഓക്കെ നമുക്ക് റെഗുലർ ഇല്ലാത്തൊരു പരിപാടി, ഒരു പാട്ട് ഫാസ്റ്റ് നമ്പർ വേണം. ദുൽഖറിന്റെ ഡാൻസ് സോങ് ആണ്, ഐറ്റം സോങ് ആണ്. പക്ഷെ ഹീറോ ഫസ്റ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹീറോനെ പറ്റി പറയുന്നു, ഹീറോ ടീമിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഐറ്റം. സെക്കൻഡ് ഹാഫിലാണ് 2 സെക്ഷൻ ഉണ്ട് ഈ പാട്ടിന്. ഇപ്പം എനിക്ക് ആക്ച്വലി സോങ് കമ്പോസ് ചെയ്തു, പക്ഷെ ലിറിക്സ് എനിക്ക് അങ്ങോട്ട് ലോക്കാക്കാൻ പറ്റുന്നില്ല. എനിക്കതങ്ങോട്ട് ഫസ്റ്റ് ഫ്യൂ ലൈൻസ് ഫൈൻ, പക്ഷെ ജോ പോളാണ് എഴുതിയിരുന്നത്. ഞാൻ പറയുന്നു, എനിക്കിത് ക്യാൻ വി ഡു സംതിങ്. ലാസ്റ്റ് മിനിറ്റ് വരെ എനിക്ക് ലിറിക്സിൽ പ്രശ്നമാണ്. എനിക്ക് അറിയില്ല ഇത് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തോ ലിറിക്സ് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു അഭിലാഷ പറഞ്ഞത്, ആബ് ജോഷിയാണ് പറഞ്ഞത്, ഐ തിങ്ക് ഇറ്റ്സ് വർക്കിംഗ്. കലാപകാരി സച്ച് എ ഗുഡ് ലൈൻ, ഒന്നും നോക്കണ്ട, സെറ്റാണ് അത്. ഞാനത് ഇപ്പോഴും ഓർക്കുന്നത് റിലീസിന്റെ പേടിച്ചായിരുന്നു. കാരണം പാളോ എന്നുള്ള ടെൻഷൻ ഉണ്ടല്ലോ, ലിറിക്സ് ഇനി വർക്ക്ഔട്ട് ആവാതിരിക്കുമോ, ആൾക്കാർക്ക് കണക്ട് ആവാതിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ലൈനും ആ സ്റ്റെപ്പും എല്ലാം കൂടെ മാസ്റ്ററിന്റെ ക്രെഡിറ്റ് ആണ് കേട്ടോ. ഇറ്റ് റിയലി ബ്ലൂ ഇറ്റ്. ആ പാട്ടിന്റെ റിസപ്ഷൻ ഞാൻ ഉദ്ദേശിക്കുന്ന 10-fold ആയിരുന്നു. ഇപ്പോഴും എല്ലാ ഒരുമാതിരി പാർട്ടീസിലും ഗാനമേളകളിലൊക്കെ പാട്ടുണ്ട്. നിങ്ങളുടെ പല പാട്ടുകൾ ഇഷ്ടമാണ്, പല സിനിമകളിലെ സ്കോറുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇതൊരു ജെയ്ക്സ് ബിജോയ് പരിപാടി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര കിക്കുള്ളതാണ് അയ്യപ്പനും കോശി. അതായത് പേഴ്സണലി അതിൻ്റെ ടൈറ്റിൽ സ്ക്രീൻ മുതൽ എൻ്റെ വരെയുള്ള സിനിമ വിത്ത് സൗണ്ട് മ്യൂസിക് എല്ലാം നിങ്ങൾ ഭയങ്കര ഗംഭീര വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഫോക്ക് മെയിൻ സ്ട്രീമിൽ ബ്ലെൻഡ് ചെയ്യുന്നത്, ഇവരുടേതായിട്ടുള്ള തീമുകൾ, എല്ലാ തരത്തിലും. സച്ചി ഒബ്വിയസ്ലി നമ്മുടെ കോർ മെമ്മറിയിലോട്ട് പോകില്ല. അയ്യപ്പനെ കോശിയെ പറ്റി ആലോചിക്കുമ്പോൾ സച്ചിയിലോട്ടാണ് ആദ്യം കണക്ട് ചെയ്യുന്നത്. അയ്യപ്പനും കോശിയും ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പോഴും അയ്യപ്പനും കോശി കാണുമ്പോഴോ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴോ ജെയ്ക്സ് ബിജോയ് കണക്ട് ചെയ്യുന്നത് എവിടെയാണ് ശരിക്കും? സച്ചേട്ടനെ കണക്ട് ചെയ്യുന്നു, ഒരു സംശയമില്ല. ഞാൻ മിസ് ചെയ്യുന്നു ഇപ്പോഴും സച്ചേട്ടനെ. ഷോ അത് എൻ്റെ ഫാദർ ഇപ്പോഴും പറയും, ഇത്ര അപ്പയും കണക്ട് ചെയ്തൊരു ഡയറക്ടർ ഇല്ല. അത്ര നമ്മൾ കുറച്ച് നേരം സച്ചേട്ടനോട് സംസാരിക്കുന്നത് തന്നെ ഇറ്റ്സ് എ ബ്രദർലി അഫെക്ഷൻ. നീ പൊളിച്ചടാവനെ എന്ന് പറഞ്ഞ പുള്ളി അത് വളരെ. പിന്നെ പാട്ടുകളും പുള്ളി ഭയങ്കര കെയർഫുൾ ആട്ടോ. അതും ഇപ്പം അതറിയാ ആ പാട്ടൊക്കെ സച്ചേട്ടൻ്റെ എന്നെ പുഷ് ചെയ്യുന്നതിൻ്റെ എക്സ്ട്രീമിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നാൽ ട്യൂൺ ചെയ്തത് പുള്ളിക്ക് ഓക്കെ, ട്യൂൺ പുള്ളിക്ക് അത്ര പ്രശ്നമല്ല, ലിറിക്സ് കറക്റ്റ് ആവണം. അതെന്നിട്ട് റഫീഖ് ജീനെ കൊണ്ട് മാറ്റി എഴുതി ഫൈനലി റഫീഖ് സാർ അത് എഴുതി വി കമ്പോസ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്. കാരണം പുള്ളിക്ക് ആ ഇമേജിൽ കറക്റ്റായിട്ട് വരണം. പിന്നെ ഈ പടത്തിൻ്റെ ഇനീഷ്യൽ ഡിസ്കഷൻ ഓർക്കുന്നുണ്ട്, കാക്കനാട് ഒരു വില്ലയിലായിരുന്നു. സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഐഡിയസിലോട്ട് പോകുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നത്. അന്ന് ഞാൻ ബ്ലാക്ക് പാന്തർ കണ്ടിട്ട് 1 കിക്കായിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ നമ്മൾ കുറച്ച് ട്രൈബൽ പരിപാടി പിടിച്ചാലോ. സച്ചേട്ടൻ പറഞ്ഞു, എടാ ഞാൻ കുറച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ അത് കാണും. അപ്പോൾ ഈ നഞ്ചമ്മയുടെ വീഡിയോ കാണിക്കുന്നുണ്ട്. എനിക്കന്ന് നഞ്ചമ്മ ആരാന്നൊന്നും അറിയില്ല, ഐ ഡോണ്ട് നോ. അപ്പോൾ ഒരു പണി നീ എന്നാൽ ഞാൻ ഇവരെ ഒന്നെങ്കിൽ നീ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകാൻ സമയമില്ല ചേട്ടാ, കൊച്ചിയിലോട്ട് കൊണ്ടുവരാമെന്ന്. ഞാനന്ന് ചെന്നൈയിലാണ്. ഞാൻ അതിനുവേണ്ടി കൊച്ചി വന്ന് ഈ എൻറ്റയർ ഗ്രൂപ്പിനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരമ്മ ഇത് ലൗഡായിട്ട് പാടുന്നു. അത് ആ വോയിസ് എനിക്ക് ശരിക്കും ആ റൂമിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാവരോടും നിർത്താൻ പറ്റും. ഇത് നമ്മളെല്ലാ സോങ്ങിലും പുള്ളിക്കാരത്തിൻ്റെ വോയിസാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും നിർത്തിയിട്ട് ഒന്ന് പാടാമെന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യം പാടിയ പാട്ട് ആ ദൈവമകളെ.
നാട് മേത്തി നടത്തുന്നു ദൈവമകൾ. സ്റ്റുഡിയോ അറസ്റ്റായി, സൈലൻസ്. അപ്പം എന്താ അറസ്റ്റ് എന്ന് വെച്ചാൽ റെക്കോർഡിംഗ് എഞ്ചിനീയേഴ്സ് ഒക്കെ പിൻ ഡ്രോപ്പ് സൈലൻസ്. ഞാനിങ്ങനെ ധരിച്ചു ഇത് തന്നെ ഒരു സ്കോറാണല്ലോ എന്ന് കരുതി. എനിക്ക് അപ്പോഴാണ് ഇതിൽ പുള്ളിക്കാർ എന്നിട്ട് അത് ഒരു ടെക്നിക്ക് പുള്ളിക്കാരത്തിൽ യൂസ് ചെയ്യുന്ന അവിടെ ഉള്ളവർ ഇങ്ങനെ അവിടെ നിന്ന് ഏങ്ങുമ്പോൾ പിന്നെ കരഞ്ഞ് പാടും. അതെന്തോ ട്രോമയിലൂടെ ഒരു മോള് മരിച്ചു പോയി, അതിൻ്റെ ആ മകളെ പറ്റിയുള്ള ഒരു പാട്ടായത്. നഞ്ചമ്മ ഇത് വിങ്ങി അവസാനം ആ വീഡിയോ ഉണ്ടായാലുണ്ട്. അവസാനം നഞ്ചമ്മ സാരിയൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞായിട്ട് പെസിഫൈ ചെയ്തു. പിന്നെ അത് റെക്കോർഡ് ചെയ്യാൻ ഇതേ സംഭവം. അപ്പോൾ ഷീസ് ഗോയിങ് ത്രൂ ദാറ്റ് എന്ന് മനസ്സിലായി. ഒടുക്കം ഞങ്ങൾ അങ്ങനെ ദൈവമകളാണ് ആദ്യം ചെയ്ത് ലോക്ക്ഡ് സോങ്. പിന്നെ കലക്കാത്ത പോലത്തെ കുറേ പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട്. ഇത് പാടി കഴിഞ്ഞ് സച്ചേട്ടൻ അപ്പം എന്താ കേൾക്കാവോ ചെയ്തത്, എങ്ങനെയുണ്ട്, നമുക്ക് വല്ലതും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ സച്ചേട്ടൻ ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ സച്ചേട്ടൻ കേൾക്കുന്നതാണ്. ദൈവമകളെ ഇട്ടപ്പം സച്ചേട്ടൻ അവിടെ കിടന്ന് കരയുന്നു. ഇതാടാ എൻ്റെ കണ്ണമ്മ എന്നുള്ളത് എപ്പോൾ ഓർക്കുന്നുണ്ട്. ഇതാ എൻ്റെ കണ്ണമ്മ, നീ കണ്ണമ്മ ഇറങ്ങി വരുന്ന സീനിൽ ഇത് ഇട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട എനിക്ക്. അതാ ഞാൻ അവിടെ പ്ലേസ് ചെയ്തത്. പിന്നെ കുറച്ച് ഫ്ലൂട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എൻ്റെ ഒരു ജേർണിയിലെ ഏറ്റവും ഹൈ തരുന്ന ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഒരു കൾച്ചർ, ഒരു ആദിവാസി കൾച്ചറിൻ്റെ ഒരു സോളായ മ്യൂസിക് നമ്മളത് ഇങ്ങനെ ഒരു ലാൻഡ്മാർക്ക് സിനിമയിൽ പ്ലേസ് ചെയ്ത് ആ ലേഡി നാഷണൽ അവാർഡ് വേണമെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഐ ഡോണ്ട് നോ. അതിനൊരു എനേബിളർ, അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നത് തന്നെ ഭാഗ്യം. എനിക്ക് വേറെ ഐ ഡിഡ്ന്റ് കൺസിഡർ എനിത്തിങ് മോർ, ബട്ട് ദാറ്റ് വാസ് ഇൻസ്ട്രുമെന്റൽ. അവർ ഇപ്പോഴും എന്നെ വിളിച്ച് പറയും, പണ്ടൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിരുന്ന സ്ഥലം, അതിനുവേണ്ടി മാത്രം പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ ഇന്ന് ഇറ്റ് ഇസ് എ ലാംഗ്വേജ് ടു റെക്കൺ. പീപ്പിൾ ആർ ലിസണിങ് ടു അവർ സോങ്സ്. അതിനൊരു അർത്ഥമുണ്ട്, ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അയ്യപ്പനും കോശി എന്ന് പറയുന്ന പടം ഇറ്റ് ഹസ് ട്രാവൽ ബിയോണ്ട്. എന്താ പറയാ, എന്നോട് എല്ലാ ഇന്റർവ്യൂസും എല്ലാവരും ചോദിക്കുന്ന, ബിക്കോസ് സച്ച് ആൻ ഐക്കോണിക് മൂവി. ഇറ്റ് ഹസ് ട്രാവൽ ബിയോണ്ട് തമിഴ്. ആരോടെങ്കിലും റാൻഡമായിട്ട് അയ്യപ്പൻ കോശിയിലെ പാടെന്ന് ചോദിച്ചാൽ അവർ തെലുങ്കിൽ പറയും. നഞ്ചമ്മയുടെ പക്ഷെ നഞ്ചമ്മ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഇപ്പം അതുല് ഞാൻ പറയാറുണ്ട്, അതേ ഒരു ഫോമാറ്റിൽ വന്നിട്ട്, പക്ഷെ അവൻ കറക്റ്റ് ആയിട്ടുള്ളൊരു ബാക്കപ്പ് ഉള്ളതുകൊണ്ട് നൗ ഒരു ദിവസം കൊണ്ട് ഷോ ചെയ്യാതെ മോസ്റ്റ് ടൂറിങ് ആർട്ടിസ്റ്റ് ആയിരിക്കും അതുല്. അത് കറക്റ്റായിട്ട് അവനത് ക്യാപിറ്റലൈസ് ചെയ്ത് യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നഞ്ചമ്മ ആ രീതിയിൽ ഒരു പ്യോർ സോൾ, ഐ മീൻ ഷീ ഗോട്ട് ഹർ ആർട്ട്, അത് അതിനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പം എനിക്ക് ഈ നഞ്ചമ്മേനെ റെക്കോർഡ് ചെയ്തതെല്ലാം ഐ വോണ്ട് പുട്ട് ഇറ്റ് ഔട്ട്. ഒരു സീരീസ് ആയിട്ട് എനിക്ക് ആ പാട്ടുകളെല്ലാം ഉടനെ അതിൻ്റെ ലോങ് പ്രോജക്റ്റാണ്. എന്നെ പരിചയമുള്ളവർക്ക് അറിയാം, ഐ ബീൻ ടോക്കിംഗ് അബൌട്ട് ദിസ് പ്രോജക്ട് ഫോർ എ ലോങ് ടൈം. പക്ഷെ ആ പാട്ടുകളിൽ എല്ലാവരും കേൾക്കണം. ഇറ്റ്സ് എ സെറ്റ് ഓഫ് ആർട്ടാണ് അത് ആക്ച്വലി. അവരുടെ കൾച്ചർ, അവരുടെ റൂട്ട്സ്, അവരനുഭവിക്കുന്ന കാടുമായിട്ടുള്ള അവരുടെ അറ്റാച്ച്മെന്റ്, ഇതെല്ലാം പാട്ടുകളുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു യാത്രക്കൊക്കെ പോകുമ്പോൾ ആ പാട്ടുകളൊക്കെ ഇട്ട് പോകാൻ ഭയങ്കര രസമാണ്. അത് എനിക്കൊന്ന് ഈ സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ഇതിന്റെ സൗണ്ട് ബിൽഡിംഗ് ഫ്രം സ്ക്രാച്ച്. പിന്നെ ഓരോ സീനിലും ഈ അയ്യപ്പനെ ഫോളോ ചെയ്യുമ്പോൾ അതെല്ലാം നഞ്ചമ്മയാണ്. ഇപ്പം എന്ന് പറഞ്ഞ ഇൻട്രോ കഴിഞ്ഞ് വരുന്ന നഞ്ചമ്മയുടെ വോയിസ് ആണ്. ഞങ്ങൾ പിച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത്, പക്ഷെ ദാറ്റ്സ് നഞ്ചമ്മ. അതിന്റെ ആ മാസ് എലമെന്റ്സ് അവരുടെ പെർക്കഷൻ കുറച്ച് ലെയർ ചെയ്തിട്ടുണ്ട് വേറെ. അതുപോലെ തന്നെ ഈ കലക്കാത്ത എന്ന് പറഞ്ഞ പാട്ട് ഒരു മാജിക്കലായിട്ട് ഉണ്ടായതാണ്. കാരണം ടീസർ വന്നപ്പം ഇടാൻ കണ്ടന്റ് ഇല്ല. ടീസർ നാളെ തന്നെ റിലീസ് ചെയ്യാം. നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്, എപ്പോഴും ഈ മുഹൂർത്ത നേരത്താണല്ലോ വരുന്നത്. അപ്പം എന്താ സ്കോർ ചെയ്ത് സച്ചേട്ടൻ ഓക്കെ പറഞ്ഞു, പക്ഷെ എനിക്കിത് വർക്ക് ആവുന്നില്ല. അങ്ങനെയാണ് നഞ്ചമ്മയുടെ ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ എൻ്റെ അസിസ്റ്റന്റ് രോഹിത് ഉണ്ട്, രോഹിത്തിനെ എപ്പോഴും രോഹിത്താണ് ഈ കലക്കാത്തയുടെ കാരണം തന്നെ ഞാൻ പറയാം. രോഹിത്ത് ഈ പാട്ട് എടുത്തിട്ടു കലക്കാത്ത. ഇത് പല എൻ്റെ സെഷനിൽ അത് ലോഡ് ചെയ്ത് ഈ പാട്ടാണ് ടീസറിൽ വെച്ചത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഈ പടത്തിനൊരു ഡയമെൻഷൻ മാറാന്ന് പറയുന്ന പോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വൈറ്റ് സ്ക്രീനിൽ ഗോൾഡ് കോയിൻ മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് റിവർ കൂടെ ഇട്ടപ്പോൾ മാജിക്, ലൈക്ക് വി ഹവ് ഗോൺ ടു അട്ടപ്പാടി എന്നുള്ള ഒരു സംഭവം കിട്ടി. അത് പിന്നെ ഞാൻ അത് കുറച്ച് ലെയർ ചെയ്ത് പിന്നെ ആ ടീസറിനനുസരിച്ച് ചെയ്തു. പിന്നെ സ്കോർ കംപ്ലീറ്റ് അത് കഴിഞ്ഞിട്ടാണ് റീഇമാജിൻ ചെയ്തത്. അപ്പം കലക്കാത്ത ആ യാത്രയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഓഡിയൻസ് ഇന്നായി. ഇപ്പം അതാ ഞാൻ ഈ നല്ല ഒരു സക്സസ്ഫുൾ മൂവിയുടെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 മിനിറ്റിൽ ഓഡിയൻസിനെ ഇഫ് യു ക്യാൻ ഗ്രാബ് ദം,
ഓഫീസിൽ അതാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് 5 minutes യു ആർ ഇൻ ടു ദ ഫിലിം. ആ പ്രൊസീജിയറൽ പ്രോസസ്സിൽ നമ്മൾ ഇന്നാണ്. അതുപോലെ തന്നെ അയ്യപ്പനും കോശിയും ആദ്യത്തെ 5-10 മിനിറ്റിൽ ഈ പാട്ടും കോശിയും അയ്യപ്പനെ കോൺഫ്ലിക്റ്റും എല്ലാം വന്ന് ഇന്നായി. വി ആർ റെഡി ടു വാച്ച് ദ ഫിലിം. നമ്മൾ അട്ടപ്പാടിയിലെത്തി. അതെ അതെ അതൊക്കെ നമുക്ക് റേർ ഒക്കറൻസസ് ആണ്. ഈ അയ്യപ്പനും കോശിയും ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളി സ്റ്റിൽ എല്ലാവരും പറയുന്ന പാടുന്ന, എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഫെയർവെല്ലുകള് എല്ലായിടത്തും കൂടുതൽ പാടുന്ന ഫ്രണ്ട്സ് ഫോർ എവർ. അതെ അതെ, ഫ്രണ്ട്സ് ഫോർ എവർ. എല്ലാ തരത്തിലും നമുക്ക് എല്ലാ കാലത്തും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ആൽബം ചെയ്യുക. അതിലെ പാട്ടുകൾ ആളുകൾ പാടിക്കൊണ്ടിരിക്കുക. ശരിക്കും പലരും ഞാൻ കണ്ടിട്ട് പലരും പറയാറുള്ളത് ഇതൊക്കെ ഒരു ഹൈ ആണ് നമ്മുടെ പാട്ടിലെ ആളുകൾ. പലരും അത് കഴിഞ്ഞു പോയി, ഞാൻ അടുത്തതിൽ നിൽക്കുന്നു. എക്സ്പീരിയൻസ് ശരിക്കും എങ്ങനെയാണ്? മലയാളി എൻ്റെ ഒരു ഐഡന്റിറ്റിയാണ്. കാരണം ഈ മിന്നലഴകി ഇപ്പോഴും എനിക്ക് ടാഗ്സ് വരാറുണ്ട്. ആൻഡ് എൻ്റെ മ്യൂസിക്കൽ ജേർണിയിലെ ആദ്യത്തെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് മലയാളി. അതായത് പാട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കയറി ആദ്യമായി എടുത്ത ഒരു എഫേർട്ട്. അതിൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇപ്പം വിനീത്, ഷാൻ, അർജുൻ, ശ്രീജിത്ത് എല്ലാവരും അവരവരുടെ വഴിക്ക് ഡൂയിങ് റിയലി വെൽ. ആൻഡ് മലയാളി വാസ് കൈൻഡ് ഓഫ് ഒരു മീറ്റിംഗ് പോയിന്റ് എന്നുള്ള ഒരു ആ ഒരു എഫേർട്ട്. അതിൽ മലയാളിപ്പണി എന്ന് പറഞ്ഞ പാട്ടായാലും മിന്നലഴകി, ഫ്രണ്ട്സ് ഫോർ എവർ, ഓരോ സോങ്സും, പിന്നെ ഹേയ് നാട് എന്ന് പറഞ്ഞൊരു സോങ്, അതിൽ എനിക്ക് ആക്ച്വലി അതിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അന്ന് ഈ എഞ്ചിനീയറിങ് ചെയ്യുന്നതിൻ്റെ സമയത്താണ് ഈ പാട്ടുകൾ ചെയ്യുന്നത്. അപ്പം ഞാൻ സാറ്റർഡേ ഫ്രൈഡേ ആകുമ്പം ട്രെയിൻ കയറി നേരെ ചെന്നൈക്ക് പോകും. സന്തോഷ് നാരായണനാണ് അന്ന് ഞാൻ ക്യൂവിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് അന്ന് പ്രോഗ്രാമിങ് ചെയ്യുന്നത്. സന്തോഷ് അവിടെ എന്താ പറയാ കോടമ്പക്കത്ത് ഒരു വീട്ടിലുണ്ട്. ഞാൻ പോയി മച്ചാ വാ മച്ചാ, അങ്ങനെയാണ് മിന്നലഴകി നമ്മള് സെറ്റാക്കുന്നതും. നന്നായി പാട്ടിന്റെ പാർട്ടായി അസോസിയേറ്റ് ചെയ്ത എല്ലാവരും ഇന്ന് അവരവരുടെ ഫീൽഡിൽ അവരെല്ലാം തന്നെ വി ആർ ഓൾ ഹാവിങ് ദാറ്റ് ഫയർ കേട്ടോ, എവരിബഡി, ഓൾ ഓഫ് ദം. അപ്പം മലയാളി മാറ്റി നിർത്തിയ ഒരു കരിയർ ബിഗിനിങ് ഇല്ല. മലയാളി അത് അത്ര നല്ലൊരു പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഇന്നും സംസാരിക്കുന്നതും. ഒരുപാട് പേര് നൊസ്റ്റാൾജിയ ആയി പറഞ്ഞ മിന്നലഴകി, ഫ്രണ്ട്സ് ഫോർ എവർ ഒക്കെ. വെരി ഹാപ്പി. ഈ മിന്നലഴകി രണ്ടുപേര് മൂളാവും. പിന്നെ മിന്നലഴകേ മിന്നുമഴകേ നിലാമഴയിൽ നനയുമഴകേ മെല്ലെ മെല്ലെ നീ എന്നരികിലൊന്നണയാമോ എന്നുയിരേ എന്നഴകേ എന്നോമലേ എന്നന്തരാത്മാവിൽ മന്ത്രമോദിയവളേ. അടിപൊളി. അത് പിന്നീടാണ് പാടിയത്. നേരിട്ട് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ സിനിമകള് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെടുക്കുന്ന എഫേർട്ടിൽ നമുക്ക് കിട്ടുന്ന ഹൈയില് നമ്മളെല്ലാ കാലത്തും എടുത്തു വയ്ക്കുന്ന ഒരു സിനിമ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത വലിയ ലോങ് ടേം പ്രോസസ്സിൻ്റെ പാർട്ടായതായിരിക്കാം. അല്ലെങ്കിൽ ആ സിനിമയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളിതിൽ ഭയങ്കരമായിട്ട് ലിങ്ക്ഡ് ആയതായിരിക്കാം. അത്തരത്തിൽ ഹാങ് ഓവർ തരുന്ന അല്ലെങ്കിൽ എല്ലാ കാലത്തും എടുത്തു വയ്ക്കുന്ന തരത്തിലുള്ളൊരു സിനിമ, സൗണ്ട്, മ്യൂസിക്. ഒന്ന് മൺസൂൺ ബാങ്കേഴ്സ് ഫോർ ഷുവർ. രണ്ട് ഐ തിങ്ക് ഞാൻ അങ്ങനെ എല്ലാ സിനിമയിലും ഒരേ എഫേർട്ടാണ് എടുക്കുന്നത്. അതിപ്പം ചുമ്മാ ക്ലീഷ പറയുന്നതല്ല, എഫേർട്ടൊക്കെ സെയിം ആണ്. ബട്ട് കിങ് ഓഫ് കൊത്ത അതിനുള്ള എഫേർട്ട് ഒരു 2-3 months ശരിക്കും ഡൺ ദാറ്റ്. സല്യൂട്ട് ഐ തിങ്ക്. പിന്നെ അയ്യപ്പനും കോശിയും ഷോർട്ട് ടൈമാണ് തീർത്തത്, പക്ഷെ ആ ഒരു ഇമ്പാക്ട് മനസ്സിൽ നിൽക്കുന്ന. പോർത്തൊഴിൽ നല്ല ഒരു സിങ്ക്രണൈസ്ഡ് വർക്ക് ആയിരുന്നു. പിന്നെ പൊറിഞ്ചു പറയും ജോസ്, ദാറ്റ് ഇസ് ആ ഒരു കൾച്ചർ കറക്റ്റായിട്ട് വന്നെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇപ്പം റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ഐഡൻറ്റിറ്റി ശരിക്കും ഞങ്ങൾ ഒരു കോംപ്ലിക്കേറ്റഡ് സ്ക്രീൻ പ്ലേ ആയപ്പോലും ഐ തിങ്ക് ദി എഫേർട്ട് വെൻ ബിഹൈൻഡ് ഐഡൻറ്റിറ്റി വാസ് ഹ്യൂജ്. മ്യൂസിക്കലി ലോങ് ആയിട്ട് നമ്മളതിൽ വർക്ക് ചെയ്തു. അതിൻ്റെ ക്രൂ, എവ്രിബഡി ഇൻക്ലൂഡിങ് ദ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസർ, ആ പ്രോജക്റ്റിലെ അത് കുറച്ചുകൂടെ ഡിസേർവ് ചെയ്യണമായിരുന്നു അതിൻ്റെ ഒരു അപ്രിസിയേഷനൊക്കെ. ബട്ട് ഐ തിങ്ക് what the effort behind identity was massive. ഈ സമീപകാലത്ത് ഓഫീസർ വാസ് എ സ്മാർട്ട് വർക്ക് ഐ തിങ്ക്. കാരണം ഇറ്റ്സ് എ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സിനിമയിൽ എങ്ങനെ എഫേർട്ട്ലെസ് ആയിട്ട് സ്കോർ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. ലൈക്ക് ഇൻ ഷോർട്ട് ടൈം ഓഫീസർ വാസ് ദാറ്റ്.
പിന്നെ ഇപ്പൊ എടുക്കുന്ന പടങ്ങളെല്ലാം മാരക എഫേർട്ടുകളാണ് ഇപ്പൊ അടുത്ത് വരാൻ പോകുന്നത്. ഈ ഇത്രയും പടങ്ങളൊക്കെ പറയുമ്പോഴേ ഞാൻ ക്യൂരിയസ് ആവുന്നത്, ജയിക്സേട്ടൻ പണ്ട് കേട്ടിരുന്ന പാട്ടുകൾ എന്തൊക്കെയാന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഒരു എന്താ പറയാ എപ്പോഴും ഓടിച്ചെന്ന് കേൾക്കുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ, ലാംഗ്വേജ്, അങ്ങനെ എന്തായിരിക്കും? അങ്ങനെ പലതുണ്ട്. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്, എൻ്റെ ഫോർമാറ്റീവ് ഇയേഴ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് പ്രോബബ്ലി A.R. റഹ്മാൻ ആൻഡ് മൈക്കിൾ ജാക്സൺ ആൻഡ് ഇളയരാജ. ഇവർ ഒബ്വിയസ്ലി. കാരണം എനിക്കൊന്ന് ഹിസ്റ്ററി ഒക്കെ ഞാൻ ആ കുട്ടിക്കാലത്ത് കേട്ട അത്ര, ഈവൻ നൗ ഐ കീപ് റിപ്പീറ്റിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ എൻ്റെ ആൽബം. ആൻഡ് ദെൻ ഐ തിങ്ക് പിന്നെ കുറച്ചും കൂടെ ഏർലിയർ ആയിട്ട് പോവുകയാണെങ്കിൽ എന്നെ ആ 80s ബീ ഗീസ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അബ്ബ ആൻഡ് ജിം റീവ്സ്, ഈ ക്രിസ്ത്യൻ ചേർച്ച് സോങ്സും എന്നെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ലേറ്റർ വിദ്യാജിയുടെ പാട്ടുകൾ. റഹ്മാൻ സാർ നമ്മൾ ആ സമയത്ത് ഇറങ്ങുന്ന എല്ലാ ആൽബവും നിധി പോലെ കാത്തു സൂക്ഷിച്ച് എൻ്റെ ടെക്നിക്സിലിട്ട് ഞാൻ വോളത്തിൽ കേട്ട് എൻജോയ് ചെയ്യും. അതിപ്പോ തിരുട ആയിക്കോട്ടെ, ലോട്ട് ഓഫ് ആൽബംസ്. ആൻഡ് പിന്നീട് ഐ വാസ് ഓൾവേസ്, പിന്നെ മ്യൂസിക് ഡയറക്ടർ വന്നപ്പോൾ ഞാൻ അങ്ങനെ കൂടുതൽ വളരെ സെലക്റ്റീവായിട്ട് കേൾക്കുക, അങ്ങനത്തെ ഒരു. ബട്ട് ബിഫോർ ഇറ്റ് വാസ് ലൈക്ക് ഓരോ. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ദീപിച്ചേട്ടൻ്റെ, ഞാൻ ഇപ്പോഴും ദീപിച്ചേട്ടനോട് പറയാറുണ്ട് അത്, സിംഫണി അല്ലെങ്കിൽ ക്രോണിക് ബാച്ചിലർ. ഞാൻ ഓർക്കുന്നുണ്ട് മ്യൂസിക് വേൾഡിൽ, അന്ന് മ്യൂസിക് വേൾഡ് ഉണ്ട് നമ്മുടെ MG റോഡിലെ മ്യൂസിക് വേൾഡിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഹെഡ്ഫോൺസ് ഓർക്കുന്നില്ലേ? ഞാൻ അവിടെ ഇട്ടിട്ട് സിംഫണി കേട്ടിട്ട് ഞാൻ ഇങ്ങനെ അതിലെ പാട്ടുകളും സൗണ്ടിങ്ങും ഞാൻ തിങ്ക് ഹൂ ഇസ് ദിസ്. മലയാളത്തിൽ അൺഡൗട്ടബ്ലി ആ ഒരു സൗണ്ടിങ് ഉണ്ടെന്നാണ് ദീപക് ദേവാണ്, നോ ഡൗട്ട്. അപ്പൊ ആ ഒരു ചേഞ്ച് ആയിരുന്നു. ക്രോണിക് ബാച്ചിൽ ഇപ്പോഴും ഇട്ട് കേട്ട് നോക്കി, അതിന്റെ ഒരു ഫിനസ്, പ്രൊഡക്ഷൻ ആൻഡ് ദ മിക്സ്, പ്രിസ്റ്റീൻ വർക്കായിരുന്നു അത്. അപ്പൊ ദീപക് ദേവ് അത്. സോ ഇതിങ്ങനെ ഒരു പോപ്പുലർ ലിസണിങ് ഹാബിറ്റ് തന്നെയായിരുന്നു. ലൈക്ക് വാട്ട് വാസ് പോപ്പുലർ അറ്റ് ദ ടൈം ഐ യൂസ് ടു ലിസൺ ടു ഇറ്റ്. ആൻഡ് അത് തന്നെയായിരുന്നു എൻ്റെ ഒരു ഫൗണ്ടേഷൻ. പിന്നെ ഞാൻ പാട്ട് ലൈക്ക് യു സെഡ് ഞാൻ ബോർഡിങ്ങിലായതുകൊണ്ട് ഞാൻ ചേർച്ചിൽ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ ചേർച്ച് മ്യൂസിക് എന്നെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പോകുന്നതിന് മുമ്പ് ഒരു 12th വരെ, ഞാൻ 6th പോകുന്നത് അത്, പക്ഷെ 12th വരെ പിന്നെ ഞാൻ ഒരു കർണാട്ടിക് മ്യൂസിക് പൂഞ്ഞാർ എൻ്റെ ഏരിയയിൽ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് വൈ ഐ തിങ്ക് നമ്മളൊരു സോങ് കമ്പോസ് ചെയ്യുമ്പോൾ ഈ രാഗങ്ങളും രാഗഭാവങ്ങളും ഒക്കെ നമ്മുടെ ഒരു സബ് കോൺഷ്യസിലുണ്ടത്. ദാറ്റ്സ് വൈ ഒരു ഫ്രേസ് ചെയ്യുമ്പോഴൊക്കെ ഇറ്റ്സ് നോട്ട് വെരി ഹാർഡ് ടു കം അപ്പ് വിത്ത് സംതിങ്. അതെ, ഇതിന്റെ ഈ ബേസിക്സ് ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പലപ്പോഴും ഒരേ കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് ഇതിന്റെ ഒരു ലോങ് ടൈം ഓട്ടമായിരിക്കാം ആ യാത്ര. അത് പോകുന്തോറും പലരുടെയും ഹൈ നഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഇതിലൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ആയിരിക്കാം, ഇതിൽ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള അങ്ങനെ ഒരു ഹൈ ടു ലോ പോക്ക് കണ്ടിട്ടുണ്ട് പലരുടെയും. ശരിക്കും ഇങ്ങനെ ഒരു ജേണി, പല ജോൺറ, പല സിനിമകള്, പല സൗണ്ട് ട്രാക്കുകൾ, ഇതൊക്കെ ചെയ്തു പോകുന്നു. ഈ ഹൈ നഷ്ടപ്പെടാതിരിക്കുകയാണോ, അതോ നഷ്ടപ്പെടാൻ പോകുമ്പോൾ അതിനെ റീഫ്യൂവൽ ചെയ്യുകയാണോ, എങ്ങനെയാണ് ശരിക്കും? അത് ഓബ്വിയസ്ലി ഒരു സാച്ചുറേഷൻ ആർക്കായാലും വരും, വർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ. പക്ഷെ അവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് വേറെ ഓൾട്ടർനേറ്റീവ് ഹോബീസ്, ഹാബിറ്റ്സ്. പിന്നെ ഒന്ന് ബ്രേക്ക് എടുത്ത് തിരിച്ചു വരിക. പിന്നെ ബി പാർട്ട് ഓഫ് ഗുഡ് നെഗറ്റീവ് അല്ലാത്ത കുറച്ചുകൂടെ പോസിറ്റീവ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടീമിനെ കണ്ടെത്തുക. പിന്നെ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ തന്നെ ഒരു ഹൈ കിട്ടും. ഐ തിങ്ക് ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആ ഹൈ നഷ്ടപ്പെടുന്ന സമയത്ത് യു ലോസ്റ്റ് ഇറ്റ്. വേറൊന്നും, കാരണം ആ ഹൈ ഇപ്പോഴും ഉള്ളതുകൊണ്ടല്ലേ 90-ാം വയസ്സിൽ നമ്മുടെ എന്താ പറയുക കമ്പോസേഴ്സ് ഇപ്പോഴും, അതുപോലെ തന്നെ റഹ്മാൻ സാർ ഇപ്പോഴും എത്രയോ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഐ മീൻ ക്ലിന്റ് ഈസ്റ്റ്വുഡ് ചെയ്യുന്നു. സോ ഐ തിങ്ക് യു ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ഹൈ. ആൻഡ് അത് ആ ഒരു ലോയിലോട്ട് പോകുമ്പോൾ ടേക്ക് യുവർ ടൈം ഓഫ് ആൻഡ് കം ബാക്ക് ടു ഇറ്റ്. കാരണം ദിസ് ഇസ് യുവർ പാഷൻ. യു കാൺ ഹേറ്റ് ഇറ്റ് ആൻഡ് ക്രിബ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ട്. നമ്മളാരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. ചില ദിവസങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇറ്റ്സ് എ അപ്പ് ആൻഡ് ഡൗൺ ജേർണിയാണ്. പക്ഷെ ഇറ്റ്സ് ഓൾ ലീഡിങ് ടു സംവെയർ നൈസ് എന്നറിയാം. കാരണം നമ്മുടെ ഇന്റൻഷൻ കറക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ജേർണി ഭയങ്കര ടർബുലന്റ് ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ ടീം, ഡിപ്പെൻഡിങ് ഓൺ ദ മൂവി. ചില മൂവീസ് വർക്ക്ഔട്ട് ആവില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാൽ സിനിമ തിയേറ്ററിൽ വർക്ക്ഔട്ട് ആവാത്തപ്പോഴുള്ള ഒരു ലോ
ഭയങ്കര അത് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് അപ്പ് ചെയ്ത് പിന്നെ അടുത്തതിലോട്ട് പോവുക. ബട്ട് പിന്നെ എനിക്ക് തോന്നുന്നു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ഈവൻ ഇപ്പം എൻ്റെ മോൾ കീബോർഡ് പഠിക്കുന്നുണ്ട്. സോ ഹെൽപ്പിംഗ് ഹെർ മേക്കിംഗ് മീ ലേൺ ന്യൂ തിങ്സ്. അല്ല എൻ്റെ ഇളയത് പിന്നെയും കുറച്ച് ഗിറ്റാർ ലെസൺസും കൊയറിലും ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ആ പാർട്ടാവുന്നതും ഒക്കെ പ്രോസസ് അല്ലല്ലോ, അല്ല, അതിൽ നിന്നൊരു മാറ്റമുണ്ട്. ഈ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിക്കാം, ഈ നീലമാലാകെ. എനിക്ക് തോന്നുന്നു പൊറിഞ്ഞു മറിയൻ ജോസ് സിനിമ പോകുന്ന പേസ് കാര്യങ്ങളിൽ പെട്ടെന്ന് എല്ലാവരും ഇരുത്തിയ, ഒരു നല്ല ബ്രീത്തിങ് സ്പേസ് ഒക്കെ കൊടുത്ത, ഇമോഷണലി ഇവരെ റൂട്ട് ചെയ്യാൻ സഹായിച്ച പാട്ടായി തോന്നിയിട്ടുണ്ട്. ഈ പ്രണയഗാനങ്ങൾ സെറ്റ് ചെയ്യുന്നത്, ഇത് സിനിമ തുടങ്ങിയ മനുഷ്യനുള്ള കാലത്തോളം പ്രണയമുണ്ട്. അത്ര തന്നെ എന്താ സൊസൈറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സിനിമയിൽ വരുമ്പോൾ ഇത്രയും വർഷമായിട്ട് സിനിമയുടെ ലോങ് ജേണിയിലും പ്രണയഗാനങ്ങൾ, പ്രണയ കവിതകൾ ഇതെല്ലാം ഉണ്ട്. പ്രണയത്തിന് ഇമോഷണൽ അവർക്കറിയാം. ഒന്നെങ്കിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരുമിച്ച്, അതിന്റെ എൻഡ് റിസൾട്ടും ഉണ്ട്. ഈ പ്രണയഗാനങ്ങൾ പ്രണയത്തിൽ പുതിയത് ഇൻവെന്റ് ചെയ്യുക, ആ പാട്ട് ആളുകളെ ഹിറ്റ് ചെയ്യുക. അങ്ങനെ ഈ നീലമാലയുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെ പറയാൻ പറ്റും? നീലമാലയുടെ കാര്യത്തിൽ ആ ട്യൂൺ എനിക്ക് ആ ഒരു ഹിൻറ്റ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ബേസിക് ഐഡിയ. അപ്പം ജോഷ് സാറിനെ ഇത് കൺവിൻസ് ചെയ്യാനായിരുന്നു എൻ്റെ ടെൻഷൻ, ജോഷ് സാറിനെ ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ട്യൂൺ ഇങ്ങനെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീനല്ലേ, ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് എന്ത് വേണം ചെയ്യാം. ഇപ്പം അവളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ, മറിയത്തിൻ്റെ ആവശ്യം പുറിഞ്ചുവിനില്ല ആക്ച്വലി. പക്ഷെ പുറിഞ്ചു അത്ര അധികം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് വേണം ചെയ്യാൻ റെഡിയായിട്ട്, യുനോ, അതായത് ആരും ഇല്ലാത്ത ഡിവൈനായിട്ട്, അതായത് ഷീ ഫോർ ഹിം മറിയം ഇസ് ലൈക്ക് ഒരു ഗോഡസ് ആണ്. അത്ര പ്യുവറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളുടെ വൈകുന്നേരം വന്ന് ജസ്റ്റ് അവളുടെ ബ്യൂട്ടി ഒബ്സർവ് ചെയ്യുന്നൊരു പാട്ടാണ്. അപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് ഷുഡ് ബി വെരി ഫ്ലോയി, ഡിസ്റ്റർബ് ചെയ്യാതെ നൈറ്റിൻ്റെ ആംബിയൻസ് ഒക്കെ എടുക്കണം. എൻ്റെ ഒരു നല്ലൊരു മാസ്റ്റർ പീസ് പാട്ടായിരിക്കണം. ജോഷ് സാറിൻ്റെ പടമാണ്. ഐ വാസ് ഹാവിങ് ടു മെനി തിങ്സ് ഇൻ മൈ മൈൻഡ്. അങ്ങനെ ഈ ഒരു ട്യൂൺ ആദ്യം ഹരിബാനെ വിളിച്ചു, നീലമാലാഹേ ഹി റോട്ട്. അപ്പം എനിക്ക് ഒന്നിട്ട് കമൻസ്, നീലമാലാഹേ അതെന്താണ്, അതിനകത്ത് വർക്കാവില്ല പാട്ട്. ഭയങ്കര ആദ്യം കുറച്ച് ബാക്ക്ലാഷ് ആയിരുന്നു പാട്ടിന്, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, ഭയങ്കര സ്ലോ ആണ് ഇങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ പടത്തിലത്. പക്ഷെ ജോഷ് സാർ എൻ്റെ കൂടെ വന്നു. ജോഷ് സാർ ഇത് കൊള്ളാം. ജോഷ് സാർ പറഞ്ഞാൽ പിന്നെ അതിനപ്പോൾ അപ്പീലില്ലല്ലോ. ജോഷ് സാർ അന്ന് സ്ട്രോങ് ആയിട്ട് നിന്നോണ്ടുണ്ടായ പാട്ടാ കേട്ടോ. അതല്ലെങ്കിൽ ആ പാട്ട് അവിടെ വരില്ല, വേറെ ഏതെങ്കിലും സിനിമയിലായിരിക്കും. ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ഞാൻ മിസ് ചെയ്താണ്. അത് പിന്നീട് അതും ഈ പറഞ്ഞ ഒരു സ്ലോ ബേണറാണ്. സിനിമ കഴിഞ്ഞിട്ട് മനമറിയുന്നോളൊക്കെയാണ് ഹിറ്റായത്. ബട്ട് ഇന്നും നീലമാലയ്ക്ക് എന്നോട് സുജാത ചേച്ചി എപ്പോഴും പറയുന്ന കാര്യമാണ്, 2-3 ടൈംസ്. ഈവൻ റീസെൻ്റ്ലി കൂടെ കേശവ് എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു അത് പാടിയത്, എൻ്റെ കൂടെ എപ്പോഴും ട്രാക്ക് പാടാൻ വന്ന പയ്യനായിരുന്നു. ബട്ട് ഐ മേഡും നല്ല സിംഗർ ആയതുകൊണ്ടും വളരെ നല്ലൊരു സിംഗറും മ്യൂസിക് പ്രൊഡ്യൂസറും ആ കേശവ് ആ പാട്ട് പാടി. അത് സുജാത ചേച്ചി എന്നോട് ജെയ്ക്സ്, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ഐ ലവ് ദിസ് സോങ് ആൻഡ് കേശവ് ഹസ് ഡൺ സോ മച്ച് ജസ്റ്റിസ് ടു ഇറ്റ്. അങ്ങനെ ഒരു അപ്രിസിയേഷൻ ഈയിടെയും ചേച്ചി അത് പിന്നീട് കേട്ടപ്പോഴും പറഞ്ഞു. സോ ഐ തിങ്ക് ഒരു കമ്പോസർക്ക് ഒരു സെറ്റ് ഓഫ് സോങ്സ് ലൈഫ് ടൈമിൽ ചെയ്യണമെന്നുണ്ടല്ലോ. എൻ്റെ വൺ ഓഫ് ദ സോങ്സ് ആണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റ്. ഇനിയും ചെയ്യണം. കേശവന് വേണ്ടി പറഞ്ഞു, ഈ പാട്ട് ഡെലിവറി ചെയ്യേണ്ട സൗണ്ട് ജഡ്ജ് ചെയ്യുന്നത്, അതിലെങ്കിൽ ഈ ബിജുമാനൻ പൃഥ്വിരാജ് കോമ്പിനേഷനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കുന്നത് ആദ്യമൊക്കെ വരുമ്പോൾ അത് ഓക്കെ, അത് പ്രീ റിലീസ് പ്രൊമോഷണൽ മെറ്റീരിയൽ ആണ്. പക്ഷേ ഈ പാട്ട് ഇമ്പാക്ട്ഫുൾ ആണ്. അത് കേൾക്കുന്നവർക്ക്, അതിന്റെ വിഷ്വൽ കാണുന്നവർക്ക് എല്ലാം ഇത് കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ എന്തുകൊണ്ടാണ് ഇവരെ കൊണ്ട് പാടിച്ചത്? അത് അതായത് പടത്തിനൊരു ഇനിഷ്യൽ ഒരു ഓളം വേണം. സത്യേട്ടനോട് ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്തു, ഇവർ രണ്ടുപേരും പാടുന്നവരാണ്, രാജു എന്തായാലും പാടുമെന്ന് അറിയാം. അപ്പം അയ്യപ്പനും കോശി വളരെ ഒരു ഫോക്ക് പരിപാടിയാണ് മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടന്റ്. നമുക്കൊരു അടിപൊളി സാധനം കൂടെ ചെയ്യാം. ഇവരുടെ പടത്തിൽ വരാൻ പോകുന്ന ഒരു സൂചകമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു പോട്ടി, ഒരു ഫണ്ണായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ആ പാട്ടുണ്ടായത്. ജസ്റ്റ് ഫോർ ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അന്ന് ട്രാൻസ് ഇറങ്ങാനും കൂടെ പോകും, ഓൾമോസ്റ്റ് സെയിം ടൈമാണ്. അപ്പം നമുക്കൊരു അട്രാക്റ്റീവ് കണ്ടന്റ് പാരലി ചെയ്യാന്നുള്ളൊരു പ്രൊമോഷണൽ കണ്ടന്റ് ആയിട്ടില്ലല്ലോ. അറിയാതെ എന്ന് പറഞ്ഞൊരു മൊണ്ടാജ് സോങ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ വേറെ ഒരു പാത്ത സോങ് ഇറങ്ങിയത്. സോ വാണ്ടഡ് ടു ഡു സംതിങ് ഫൺ ഫോർ ദി ഓഡിയൻസ്. അങ്ങനെയാണ് ആ പാട്ടുണ്ടായത്. അത് ഭയങ്കര രസമായിരുന്നു എൻ്റെ റെക്കോർഡിംഗ് സെഷൻ. ഇവർ രണ്ടുപേരും അല്ലേ, വിജയേട്ടൻ
എടാ എനിക്കത് എടുക്കാൻ പറ്റില്ല, സം ഹൈ പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ അതിപ്പോഴും അതിന്റെ മേക്കിങ്ങിലുണ്ട് അതൊക്കെ. ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഈ ജേണി, ഈ കരിയർ, ഇതിന് ശരിക്കും എന്തായിരിക്കും ഒരു ജെയ്ക്സ് ബിജോയ് പ്ലാൻ ചെയ്യുന്ന ക്ലോഷർ എന്താ ശരിക്കും? ഓ വലിയ വലിയ ചോദ്യങ്ങൾ. ക്ലോഷർ ഐ തിങ്ക് ടു കണ്ടിന്യൂ ടു ഡു ഗുഡ് മ്യൂസിക്, ടു കണ്ടിന്യൂ ടു എന്റർടൈൻ പീപ്പിൾ, ടു കണ്ടിന്യൂ ടു എന്റർടൈൻ മൈസെൽഫ്. പിന്നെ എന്താ പറയുക, ടു ഗിവ് ബാക്ക് ടു ദ പീപ്പിൾ ഹു ട്രസ്റ്റഡ് മീ. അവരുടെ ഒരു എന്നിലുള്ള ഫെയ്ത്ത് റീഅഫേം ചെയ്യുക. പിന്നെ എന്റർടൈൻ പീപ്പിൾ. അവരുടെ ഒരു 5 മിനിറ്റത്തെ സ്ട്രെസ് മാറ്റാൻ എനിക്ക് എൻ്റെ സംഗീതത്തിന് പറ്റുമെങ്കിൽ ഐ എം സോ ഹാപ്പി. ഇത്ര ടർബുലൻറ്റ് ടൈമിലൂടെയാണല്ലോ നമ്മളെല്ലാം പോകുന്നത്. അത് ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം അതിൽ ഇഫ് ദിസ് ഇസ് എൻ്റർടൈനിങ് പീപ്പിൾ, ദാറ്റ് ഇസ് മൈ പ്രൈമറി പർപ്പസ്. പിന്നെ എനിക്ക് ഇപ്പം കിട്ടുന്ന ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുത്ത് ഐ വോണ്ട് ടു ബ്രാഞ്ച് ഔട്ട് ഇൻ ടു അതർ തിങ്സ് ദാറ്റ് ഐ വോണ്ട് ടു ഡു. ഇപ്പം എനിക്ക് ടെക് ഇഷ്ടമാണ്, എനിക്ക് അക്കാഡമി ഇഷ്ടമാണ്, സോ അതിലൊക്കെ ഗെയിംസ് ഇഷ്ടമാണ്, ഗെയിം ഓഡിയോ ഇഷ്ടമാണ്. ഇതിലൊക്കെ ഐ വോണ്ട് ടു വെഞ്ചർ ഔട്ട്. പക്ഷേ ഈ ഫോക്കസ് മാറാതെ തന്നെ, കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാരുടെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരൊക്കെ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടായത്. ഇറ്റ്സ് നോട്ട് മൈൻ അലോൺ. ആൻഡ് ഐ തിങ്ക് ദർ ഇസ് എ റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ്. കാരണം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് അതാണല്ലോ. സോ വി ഹാവ് ടു ഡെലിവർ ടു ദാറ്റ് എന്നാണ്. പിന്നെ എൻജോയ്, ഇഷ്ടമുള്ള നമ്മൾ പടങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ഈ മാസ് പടങ്ങളുടെ മറ്റേ അപ്പസ്തോലം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ടാഗ് ആയ പോലെ മാസ് പടങ്ങളുടെ അപ്പസ്തോലം ഒന്ന് മാറ്റണം. അങ്ങനെ എന്നോട് ഇപ്പൊ ഈയിടെ ഒരു കസിൻ സിസ്റ്റർ നൈവായിട്ട് എന്നോട് ജെയ്ക്സേട്ടാ ഒരു പടം കാണാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു തമാശ പടമൊക്കെ ഒന്ന് ജെയ്ക്സേന്റെ എല്ലാ പടങ്ങളും ഈ വെട്ടുകുത്ത. ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആഡ് ഓൺ ചെയ്യാനുള്ളത് എന്നാ ടെക് ഇഷ്ടമാന്ന് പറയുന്നു. അതിനോട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ AI എല്ലാ തരത്തിലുള്ള ഇതിലും ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. എഴുത്തിൽ ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നവരുണ്ട്, ഈ വിഷ്വൽ ഇപ്പൊ ആർട്ടിൽ വരുന്നുണ്ട്, പ്രോംപ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ മ്യൂസിക്കിൽ AI-ക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടോ? അത് നിങ്ങൾക്കൊരു വെല്ലുവിളി? ഭയങ്കര ഫ്യൂച്ചറാണ്. AI മ്യൂസിക്കിലല്ല, എല്ലാ മേഖലയിലും വെല്ലുവിളിയാണ്. ഇപ്പൊ ജനറേറ്റീവ് മ്യൂസിക് മോഡൽസിനെ ട്രെയിൻ ചെയ്തിട്ട് ഒരു പോയിന്റിൽ നമുക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിന്റെ ആവശ്യം വരുന്ന അവസ്ഥയിലാണ് ഇപ്പം. ഇപ്പം അതില്ല, ബട്ട് ഐ തിങ്ക് ദർ ഇസ് നോ ഡിനൈങ് ദാറ്റ് അത് വരും. അതിനെ ഇനി ഒരു ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ആർട്ടിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്ന് നോക്കുകയാണ്. ഇപ്പൊ തന്നെ ഞങ്ങൾ ചെറിയ രീതിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. വോയിസ് മോഫിങ്ങിന്, ഒരു പാടി കഴിഞ്ഞിട്ട് അതിനെ ഇൻസ്ട്രുമെന്റ് ആക്കുന്നതിൽ, അങ്ങനെയൊക്കെ. ബട്ട് ദർ വിൽ കം എ ടൈം വേർ യു ക്യാൻ ആക്ച്വലി പ്രോംപ്റ്റ് ആൻഡ് മേക്ക് ഗുഡ് മ്യൂസിക് ഔട്ട് ഓഫ് ഇറ്റ്. ഹൗ ഡു യു ആസ് എ കമ്പോസർ വോണ്ട് ടു അത് എംബ്രേസ് ചെയ്ത് എങ്ങനെ ഹൗ കെൻ യു സ്റ്റേ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ടെക്നോളജി എന്നും മ്യൂസിക് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടുണ്ടല്ലോ, എന്നും. കാരണം ഓരോ ജോണർ ഡിസൈഡ് ചെയ്യുന്ന പണ്ട് ടെക്നോളജീസ്, ഞാൻ പറയാം 80s EDM വന്നത്, സിന്തസൈസേഴ്സ് വന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ AI-യുടെ പക്കത്താണ് നിൽക്കുന്നത്. അതിനെ AI ഒന്നും മനുഷ്യനെ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മനുഷ്യന്റെ ഭാവം വരില്ല എന്നൊക്കെ, അതൊക്കെ 100% വരാൻ പറ്റും. അത് നമ്മളിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എത്രയോ വർഷങ്ങൾ കിടക്കുന്നത് നമ്മൾ ഉപയോഗിക്കാന്നുള്ളതാണ്. നമ്മളതിനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്ത് ഹൗ ക്യാൻ വി എൻഹാൻസ് അവർ മ്യൂസിക്കാലിറ്റി ഓഫ് മ്യൂസിക് പ്രൊഡക്ഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അതിനെ മാറ്റി നിർത്തി അതിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് എഞ്ചിനീയേഴ്സ് US-ലും ചൈനയിലൊക്കെ ഓരോ റിസർച്ച് നടക്കുന്ന, യു ആർ സീയിങ് ഇറ്റ് ഡെയിലി, യു ആർ ട്രൈങ് ടു കമ്പീറ്റ്. അതെ, ഒരുതരം സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ. അത് അറിഞ്ഞിട്ട് പോലും അവർക്ക് അത് നിർത്താൻ പറ്റുന്നില്ല. ഇതിന്റെ ഫൈനാലിറ്റി എന്തായിരിക്കും ആലോചിക്കുമ്പോഴേ ഇറ്റ്സ് കെയറിങ്. ഇതൊരു വേറൊരു എന്താ പറയാ, ഒരു ചിന്തിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രീച്ചറിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്തും ചെയ്യാൻ പറ്റും, അൻഹിലൈറ്റ് ചെയ്യാൻ തന്നെ പറ്റും നമ്മളെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ ക്യാപിറ്റലിസത്തിന്റെ ഓരോ സൈഡ് എഫക്ട്സ് ആണ് ഇതൊക്കെ. കാൺ ഹെൽപ്പ് ഇറ്റ്. ക്ലോസിംഗ് എന്നുള്ളതിലേക്ക് ചോദിക്കാനുള്ളത്, RDXന് ശേഷം വരുന്ന നഹാസിന്റെ സിനിമ വലിയ സിനിമയാണെന്ന് നമുക്കറിയാം. ദുൽഖറിന്റെയും ഈ പറഞ്ഞ പോലെ ഒരു കംബാക്ക് പോയിന്റ് ആണ് മലയാളത്തിലോട്ട്. മറ്റു ഭാഷകളിലെല്ലാം വലിയ വലിയ സിനിമ 2.5 വർഷം കഴിഞ്ഞു. അതെ, 2 വർഷം ശേഷം ദുൽഖറും അഭിനയമെന്ന മലയാള സിനിമ നിങ്ങൾ ഒരുമിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ഓൾറെഡി ആസ് എ മാസ് ഹീറോ എക്സ്പ്ലോർ ചെയ്തു, സ്ക്രീൻ മൊമെന്റുകളിൽ സൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊരു പീരിയഡ് സെറ്റിംഗ് പോലെയായിരുന്നു. ഇവിടെ വരുമ്പോൾ അത്തരത്തിലല്ലാന്ന് തോന്നുന്നു, അറിയത്തില്ല, നമുക്ക് ഇതിനൊന്നും അറിയില്ല. എന്താണ് ഐ എം ഗെയിം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് ഡയറക്ടർ പറയട്ടെ. ബട്ട് ഇറ്റ്സ് RDX പോലെ നഹാസിന്റെ ഒരു ഹൈ ഒക്ടേൻ ആക്ഷൻ പാക്ട് ഫിലിമാണ്.
നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതിൽ ദുൽഖറിന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് സ്പേസും ആസ് എൻ ആക്ടർ, ആസ് എൻ മാസ് ഹീറോ എല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ സൗണ്ട്സ്കേപ്പും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ പല നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു ഗാംബ്ലിംഗ് വേൾഡ് ഉണ്ട്, പിന്നെ അതിൽ ഒരു ക്രിക്കറ്റിംഗ് മൊമെന്റ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബിഗ് ക്യാൻവസ് എന്റർടൈനിങ് മൂവി. അതിൽ അടിപൊളിയായിരിക്കും. എന്തായാലും എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.